ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കമ്പനി ബോർഡ് ലിസ്റ്റിൻ്റെ 25ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് പൗരത്വമാണ്. അപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പൗരത്വം. പൗരത്വം നിലനിൽക്കുമ്പോഴാണ് വ്യക്തി നിയമപരമായി രാഷ്ട്രത്തിൻ്റെ ഭാഗമായി തീരുന്നത്. പൗരത്വം നിലനിൽക്കുമ്പോഴാണ് വ്യക്തി നിയമപരമായി രാഷ്ട്രത്തിൻ്റെ ഭാഗമായി തീരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? 2 ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? 2 ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 5 മുതൽ 11 വരെയാണ്. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 5 മുതൽ 11 വരെയാണ്. ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത്? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ എന്നാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആർട്ടിക്കിൾ 5 പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 6 എന്താണ് പറയുന്നത്? പാകിസ്ഥാനിൽ നിന്നോ ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശം. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 6. ആർട്ടിക്കിൾ 7 എന്താണ്? 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യൻ പൗരന്മാരായവർക്കുള്ള പൗരത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യൻ പൗരന്മാരായവർക്കുള്ള പൗരത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. ആർട്ടിക്കിൾ 8 എന്താണ്? ആർട്ടിക്കിൾ 8 ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്. ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 9 എന്താണ്? ഈ ആർട്ടിക്കിൾ പ്രകാരം വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 9. ആർട്ടിക്കിൾ 9 എന്താണ്? വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 9. അതുപോലെ ആർട്ടിക്കിൾ 10 എന്താണ്? പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച. ആർട്ടിക്കിൾ 10 എന്താണ്? പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച. ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത്? പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ്. ആർട്ടിക്കിൾ 11 എന്താ പറയുന്നത്? പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ്. അടുത്തത്, ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്നതാരാണ്? ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത്. പൗരത്വം ഇന്ത്യയിൽ അനുവദിക്കുന്നത് ആരാണ്? ഇന്ത്യ ഗവൺമെന്റ് ആണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. പൗരത്വം ഏറ്റെടുക്കുന്നതിനെ പറ്റിയോ നഷ്ടപ്പെടുന്നതിനെ പറ്റിയോ ഉള്ള കാര്യം ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്നില്ല. പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യാൻ ഭരണഘടന പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്നു. ഇതനുസരിച്ച് പാർലമെന്റിൽ പൗരത്വ നിയമം 1955 പാസാക്കി. അപ്പം പൗരത്വ നിയമം പാസാക്കിയത് എന്താണ്? 1955. ഇതിൽ പോയിന്റ് എന്ന് പറയുന്നത് പൗരത്വ നിയമം പാസാക്കിയത് 1955. പൗരത്വം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യ ഗവൺമെന്റിനാണ്. പൗരത്വം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യ ഗവൺമെന്റിനാണ്. ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് പൗരന്മാരായവർക്കും വിദേശത്ത് നിന്നെത്തിയ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചവർക്കും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം. അപ്പം
ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് പൗരന്മാരായവർക്കും വിദേശത്തു നിന്നെത്തിയ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചവർക്കും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം. എന്നാൽ USA-യിൽ അവിടെ ജനിച്ചവർക്ക് മാത്രമേ പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കാൻ അർഹതയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് പൗരന്മാരായവർക്കും വിദേശത്തു നിന്നെത്തിയ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചവർക്കും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചോ. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. ഏതൊക്കെയാണത്? 1 ജന്മസിദ്ധമായ പൗരത്വം, 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, 3 രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, പിന്നെ ചിരകാലവാസം മുഖേനയുള്ള പൗരത്വം, പിന്നെന്താണ് പ്രാദേശിക സംയോജനം മൂലമുള്ള പൗരത്വം. അപ്പോൾ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിലാണ് പൗരത്വം ലഭിക്കുന്നത്. 1 ജന്മസിദ്ധമായ പൗരത്വം, 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, 3 രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, പിന്നെ ചിരകാലവാസം മുഖേനയുള്ള പൗരത്വം, പ്രാദേശിക സംയോജനം മൂലമുള്ള പൗരത്വം. പിന്നെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. അതേതൊക്കെയാണ്? പരിത്യാഗം, അതായത് സ്വമേധയാലുള്ള പൗരത്വം ഉപേക്ഷിക്കല്, പിന്നെ നിർത്തലാക്കല്, പൗരത്വാപഹരണം. അപ്പം ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഏതൊക്കെയാണ്? പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വാപഹരണം. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അരിസ്റ്റോട്ടിലാണ്. ചിരകാലവാസം മുഖേന മദർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം ഏതാണ്? 1951. ചിരകാലവാസം മുഖേന മദർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം ഏതാണ്? 1951. ചിരകാലവാസം മുഖേന ലാറി ബേക്കർ ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം ഏതാണ്? 1989. ചിരകാലവാസം മുഖേന ലാറി ബേക്കർ ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം എന്നാണ്? 1989. ലാറി ബേക്കർ വാസ്തുവിദ്യാ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ലാറി ബേക്കർ വാസ്തുവിദ്യാ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാറി ബേക്കർ. അദ്ദേഹം പൗരത്വം നേടിയ വർഷം എന്നാണ്? 1989. അടുത്തത്, ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. അടുത്തത് എല്ലാം സിംഗ്വി കമ്മിറ്റിയെ കുറിച്ചാണ്. വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അവരുടെ സഹവർത്തിത്വം നിലനിർത്തുന്നതിനുമായി 2000 സെപ്റ്റംബറിൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റിയാണ് എല്ലാം സിംഗ്വി കമ്മിറ്റി. PSC ചോദിച്ചതാണ്. വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അവരുടെ സഹവർത്തിത്വം നിലനിർത്തുന്നതിനുമായി 2000 സെപ്റ്റംബറിൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റിയാണ് എല്ലാം സിംഗ്വി കമ്മിറ്റി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചതാരാണ്? എല്ലാം സിംഗ്വി കമ്മിറ്റിയാണ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചതാരാണ്? എല്ലാം സിംഗ്വി കമ്മിറ്റിയാണ്. എല്ലാം സിംഗ്വി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ്? 2002 ജനുവരിയിലാണ്. എല്ലാം സിംഗ്വി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2002 ജനുവരിയിലാണ്. ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ലഭ്യമാകുന്ന മൗലികാവകാശ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? അതായത് ശത്രു രാജ്യത്തിലെ പൗരന്മാർ ഒഴികെ ഏതൊക്കെയാണ് ആർട്ടിക്കിള്? 14, 20, 21, 21A, 22, 23, 24, 25, 26, 27, 28. ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ശത്രു രാജ്യത്തെ പൗരന്മാർ ഒഴികെ എന്നിവർക്ക് ലഭിക്കുന്ന മൗലിക അവകാശ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്?
14, 20, 21, 21A, 22, 23, 24, 25, 26, 27, 28. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? 15, 16, 19, 29, 30. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 15, 16, 19, 29, 30. അടുത്തത് പൗരത്വ ഭേദഗതി നിയമം 2019. പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ഡിസംബർ 10-നാണ് പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ഡിസംബർ 10-നാണ്. അതുപോലെ പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയതോ? 2019 ഡിസംബർ 11-നാണ് പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2019 ഡിസംബർ 11-നാണ്. അതുപോലെ പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ്? 2019 ഡിസംബർ 12-നാണ്. അപ്പോൾ ഓർത്തു വെക്കാൻ വലിയ പണിയൊന്നുമില്ല. ലോക്സഭ പാസാക്കിയത് ഡിസംബർ 10-നാണെങ്കിൽ രാജ്യസഭ ഡിസംബർ 11, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ 12-നാണ്. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10-നാണ്. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2020 ജനുവരി 10-നാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായ 2014 ഡിസംബർ 31-ന് മുൻപ് ഇന്ത്യയിൽ എത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായ 2014 ഡിസംബർ 31-ന് മുൻപ് ഇന്ത്യയിൽ എത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണിത്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനവും കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ബാക്കിയുള്ള ക്ലാസ്സുകൾ അടുത്ത ദിവസം കാണാം. എവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.